ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ മത്തങ്ങ വിരകിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മത്തങ്ങ വിരകിയത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഏകദേശം 300 ഗ്രാം മത്തങ്ങ, 250 ഗ്രാം ശർക്കര, 3/4 കപ്പ് തേങ്ങ, അല്പം അരിമണി, പിന്നെ ഏലക്കാപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ശർക്കര അല്പം വെള്ളം ചേർത്ത് ഉരുകാൻ വെക്കാം. ഇനി നമുക്ക് മത്തങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വെന്തു വന്ന മത്തങ്ങ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ ഉരുക്കി വെച്ച ശർക്കര ഞാൻ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യാനുസരണം മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പകുതി ശർക്കര ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മധുരം നോക്കി ചേർത്ത് കൊടുക്കാം. മധുരം അല്പം കുറവാണ്, അല്പം കൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മത്തങ്ങ വിരകിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മത്തങ്ങയിലേക്ക് ചേർക്കാനുള്ള അരിമണി ഒന്ന് വറുത്തെടുക്കാം. അരിമണി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി പാനിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് മത്തങ്ങയിലേക്ക് ഒരു നുള്ളു ഏലക്കാപ്പൊടിയും അരിമണിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ വിരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അല്പം ചെറുപയർ പുഴുങ്ങിയത് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ വിരകിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്